പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു ഗുരുവും കുറെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഗുരു ശിഷ്യന്മാരോട് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളിലും ദൈവമുണ്ടെന്നും അതിനാൽ എളിമയുള്ളവരാകണമെന്നും എപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം അതിലൊരു ശിഷ്യൻ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി. കാഴ്ചകൾ കണ്ടു ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ദൂരെ നിന്നും ഒരു വിളി കേട്ടു: ആന വരുന്നേ, മാറിക്കോ. അവൻ കണ്ടു ആ കരിവീരനെ, കൊമ്പുകുലുക്കി പാഞ്ഞെടുക്കുന്ന ഗജവീരനെ. ഒരു നിമിഷം തിരിഞ്ഞോടാൻ ശ്രമിച്ച അവൻ തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ഓർത്തു: എല്ലാ ജീവജാലങ്ങളിലും ദൈവമുണ്ട്. പിന്നെ താമസിച്ചില്ല, അവൻ ആ മതമിളകിയ ആനയെ വണങ്ങി നിൽപ്പായി. ആനയുടെ മുകളിൽ കുടുങ്ങിയ പാപ്പാൻ അവനോട് ഓടി മാറാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അവനത് കേട്ട ഭാവം വെച്ചില്ല. ആന അടുത്തെത്തി. തൻ്റെ തുമ്പിക്കൈയിൽ അവനെ തൂക്കി നിലത്തടിച്ചു. എന്നിട്ട് അതിൻ്റെ വഴിക്ക് പോയി. ദേഹമാസകലം മുറിവേറ്റെങ്കിലും ആയുസിന്റെ ബലം കൊണ്ടോ ഉറ്റവരുടെ പ്രാർത്ഥന കൊണ്ടോ ജീവൻ തിരിച്ചു കിട്ടിയ അവനെ കാണാൻ ഗുരുവെത്തി. നടന്നതെല്ലാം അറിഞ്ഞ അദ്ദേഹം അവനോട് ചോദിച്ചു: നിന്റെ അടുത്ത് വന്ന ആനദൈവത്തെ നീ കണ്ടു. ആനയുടെ മുകളിലിരുന്ന് ഓടിമാറാൻ നിന്നോട് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞ പാപ്പാൻ ദൈവത്തെ നീ കണ്ടില്ലേ? ജലം ദാഹം ശമിപ്പിക്കുന്നു എന്ന് കരുതി എല്ലാ ജലവും നമ്മൾ കുടിക്കാറില്ല. ഓർക്കുക, നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. വഴികാട്ടാൻ ആളുകളുണ്ടാവും, പക്ഷെ അതിൻ്റെ ശരിയായ അർത്ഥം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.